ഹലോ ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ സംസാരം മുഷിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എണീക്കുകയാണേ. ആ സമയത്ത് തന്നെ നമ്മുടെ മനോരമ പറയും, നിനക്ക് ഏതായാലും ഭാഗ്യമുണ്ട്, നിന്റെ ജീവിതത്തിൽ 2 കല്യാണം പറഞ്ഞിട്ടുണ്ടാവും, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ 2 ആണോ 4 ആണോ എന്നൊക്കെ ആർക്കറിയാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് സുഭദ്ര അമ്മ രാധയോട് ചോദിക്കും, ചടങ്ങുകളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താം, ഡേറ്റും തീയതിയൊക്കെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് അവരിറങ്ങുകയാണേ. അങ്ങനെ അവസാനമാണ് നമ്മുടെ അശ്വിൻ പോകുന്നത്. പോകുമ്പോൾ പെട്ടെന്നൊരു തിരിഞ്ഞു നോട്ടം ഉണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം നമ്മുടെ അമ്മായി ചോദിക്കും ശ്രുതിയുടെ അടുത്ത്, എന്നാൽ ഈ പ്രമീള അടുത്ത് എന്തായി കാണിച്ചത്, എന്നെങ്കിലും ആ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വഴക്കൊന്നും കേൾക്കാതെ രക്ഷപ്പെടാന്ന് വെച്ചതാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, പോട്ടെ അമ്മായി, അച്ഛയ്ക്ക് സുഖമില്ലാത്തതല്ലേ, നമുക്ക് 2 പേർക്കും കൂടി അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കാട്ടോ. എന്നാൽ നമുക്ക് അങ്ങോട്ട് വേഗം പോവാ എന്ന് പറയാണ് അമ്മായി. അങ്ങനെ നമ്മുടെ അമ്മായിയും ശ്രുതിയും അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പ്രമീള പാത്തും പതുങ്ങിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവര് പോയി കാണുമെന്ന് പേടിച്ചാണ് വരുന്നത്. അപ്പോഴേക്ക് അമ്മായി പ്രമീളയെ കണ്ടിട്ട് പറയുന്നുണ്ട്, പ്രമീള അടുത്ത് ഇങ്ങോട്ട് വന്നോ, ഞങ്ങൾ അങ്ങ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു, അത് പിന്നെ അശോകേട്ടൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നോട് പൊക്കളാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് സംശയം ആവാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ശ്രുതിയുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രമീള അങ്ങ് പോവുകയാണ് കേട്ടോ അകത്തേക്ക്. അമ്മ ഒന്ന് അവിടെ നിന്നേ, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? എനിക്കെന്ത് പറ്റാൻ? അമ്മ അച്ഛയെ കാണാൻ തന്നെയാണോ പോയത് എന്ന് ചോദിക്കാട്ടോ. ആ അതെ, ഞാൻ കുറച്ച് നേരത്തെ സിദ്ധാശ്രമത്തിലേക്ക് വിളിച്ചിരുന്നു, അച്ഛയ്ക്ക് പറയത്തക്ക പ്രശ്നമൊന്നും ഇല്ല എന്നാണല്ലോ അവിടുന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അത് നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും എന്ന് പറയാണേ പ്രമീള. അച്ഛയ്ക്ക് അപ്പൊ എന്തായിരുന്നു പ്രശ്നം? അച്ഛനെ രാവിലെ ശ്വാസം മുട്ടലായിരുന്നു, എന്നെ കാണണമെന്ന് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. അമ്മ എന്താ ഇവിടെ നടന്ന ചടങ്ങുകളെ പറ്റി ചോദിക്കാത്തത് എന്ന് ശ്രുതി ചോദിക്കുന്ന നേരത്ത്, അത് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു മോളെ, എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഒരു വിധം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു കൂട്ടി എന്ന് പറയാം. അച്ഛമ്മ ഉണ്ടല്ലോ, പ്രമീള അടുത്ത് ഇവിടെ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് എടുത്തിരിക്കുക, പിന്നെ സുഭദ്രാമയും അശ്വിൻ മോനും ഒക്കെ കൂടി ചേർന്ന് അതൊന്ന് റെഡിയാക്കി എടുത്തു എന്ന് പറയുമ്പോഴും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് പ്രമീളയോട്, അമ്മയ്ക്ക് എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അത് പിന്നെ മോളെ, എനിക്ക് എന്താന്നറിയില്ല, ഒരു തലവേദന, വെയിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു സംശയമാണ്, അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണേ.